നമസ്കാരം. നമ്മളിൽ അധികം ആളുകളും അനുഭവിച്ചിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് നെഞ്ചെരിച്ചിൽ, പുളിച്ചു തകട്ടൽ, ആസിഡ് റിഫ്ലക്സ് എന്നൊക്കെ പറയുന്ന GERD, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്നുള്ള ഗണത്തിൽപ്പെടുന്ന ഈ ഒരു പ്രശ്നം പലപ്പോഴായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളവരാണ്. പലപ്പോഴും ഒന്നോ രണ്ടോ തവണയൊക്കെ ആണെങ്കിൽ ആ കഴിച്ച ഫുഡിൻ്റെയാണ്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ റീസൺ മനസ്സിലാവും. അതല്ലാതെ ഒരുപാട് നാളിത് നമ്മൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് പിന്നീട് വളരെ ഭീകരമായിട്ടുള്ള കണ്ടീഷനിലേക്ക് മാറാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പലരും ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കാറുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ഇത് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ ചില പാർട്ടിക്കിൾസ് ഈ ആസിഡുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അത് അന്നനാളത്തിലേക്ക് തന്നെ വരുന്നൊരവസ്ഥയാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ പ്രോസസ്സ് നടക്കുമ്പോൾ പെപ്റ്റിക് സ്ട്രിക്ചർ എന്നുള്ളൊരു കണ്ടീഷൻ വരും. അതായത് ആ ഭാഗം, അന്നനാളം ചുരുങ്ങുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവർക്ക് പിന്നീട് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ ചുരുങ്ങി കഴിയുമ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ വ്രണങ്ങൾ രൂപപ്പെടും. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ വ്രണം രൂപപ്പെടുമ്പോഴാണ് നമുക്ക് ഇതുപോലെ അമിതമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള നെഞ്ചെരിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ വർഷങ്ങളോളം ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ, നിസാരമാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് ക്യാൻസർ സാധ്യത വരെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണപ്പെടുന്നത്. അപ്പം ഈ നെഞ്ചെരിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മോഡിഫിക്കേഷനൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. അതിൽ ഭക്ഷണം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒഴിവാക്കേണ്ടതും എന്നാൽ കഴിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ടും കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതിൽ നമ്മൾ വളരെയധികം ആളുകളും കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് അമിതമായിട്ട് വയറ് നിറയെ ഫുഡ് കഴിക്കുക എന്നുള്ളത്. അത് തന്നെ ഒരു തെറ്റായ പ്രവണതയാണ്. മിതമായ രീതിയിൽ ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. കിടക്കുന്ന സമയത്ത് ഇത് ആസിഡ് റിഫ്ലക്സ് മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാലും, അതുപോലെ നമുക്ക് അമിത വണ്ണമുള്ളവരാണെങ്കിലും ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, നമ്മുടെ കുടവയർ വരുന്നൊരവസ്ഥയുണ്ടല്ലോ, അത് വരാതിരിക്കാൻ മാക്സിമം എക്സസൈസ് ചെയ്യുക എന്നുള്ളതും ഡയറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രതിവിധി. വണ്ണം കൂടിക്കഴിഞ്ഞാലും ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടന്നു കഴിഞ്ഞാലൊക്കെ നമുക്കിത് ഈ ആസിഡ് റിഫ്ലക്സ് കൂടുതൽ വരും. അത് മാത്രമല്ല, ഇത് ഹാറ്റസ് ഹെർണിയ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട്. ഈ അന്നനാളവും ആമാശയും കൂടി ചേരുന്ന ഭാഗത്ത് അവിടെ ആ ഒരു തരം വാൽവ് ഉണ്ട്. ഈ വാൽവ് ഒന്ന് റിലാക്സ് ആവുന്ന സമയത്ത് ഇത് തുറന്ന് അതിലേക്ക് ഇത്തരം റിഫ്ലക്സുകൾ കയറി വരികയും അത് നെഞ്ചു വരെ അല്ലെങ്കിൽ കഴുത്ത് വരെയൊക്കെ മുട്ടി നിൽക്കുന്ന പോലെയൊക്കെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പം കുടവയറുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഒരു സൗന്ദര്യ പ്രശ്നം പുറമേ കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടല്ല. ഇതുവഴി ഉണ്ടാകുന്ന ഇത്ര നിസാരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് വലിയ വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണം ഒരുപാട് സമയം ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ തന്നെ കഴിക്കുന്നവരാണെങ്കിൽ ആ ശീലങ്ങളൊന്ന് ഒഴിവാക്കണേ. 3 നേരമായിട്ട് ആഹാരത്തെ മാറ്റിയിട്ട് സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ എന്തൊക്കെ ആഹാരം കഴിക്കണം എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതുപോലെ രാവിലെ എണീറ്റ ഉടനെ വെറും വയറായിട്ട് ഒരുപാട് സമയം നടക്കുന്ന രീതി ഒഴിവാക്കുക. വയറ് നിറയെ കഴിച്ചിട്ടില്ലെങ്കിലും ചെറിയൊരു രീതിയിലെങ്കിലും ആഹാരം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെഞ്ചിരിച്ചിലുള്ളവർക്ക് ഇത്തരം ടിപ്പുകളൊക്കെ വളരെ പ്രയോജനപ്പെടും. അതുപോലെ ഒരു 7 മണിക്ക് ശേഷമുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയായാലും അത് ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഉമിനീര് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഫുഡ് കഴിക്കുന്നതിന് ഇടയിലൂടെ വെള്ളം കുടിക്കുന്നവരാണ് പലരും. അങ്ങനെയുള്ളവർക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയാണുള്ളത്. ഒന്നുകിൽ വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തിന് അല്പസമയം മുൻപേ കഴിക്കുന്നതോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു 1/2-3/4 മണിക്കൂറിന് ശേഷം കഴിക്കുന്നതോ, ആ സമയങ്ങളിലാണ് വെള്ളം കുടിക്കാൻ ഏറ്റവും ഉചിതം. ഇനി ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ എന്ത് കഴിക്കാം എന്നുള്ളത് വളരെ പ്രശ്നമാണല്ലേ. കാരണം എന്തൊക്കെ കഴിക്കാൻ പാടില്ലെന്ന് എല്ലാവരും മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബ്രൗൺ റൈസ്
റൈസ് നമുക്ക് ഇതുപോലെ തവിട് കളയാത്ത രീതിയിലുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കെല്ലാം കഴിക്കാവുന്നതാണ്. അതുപോലെ ഓട്സ് മീൽ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് പൊട്ടാറ്റോസ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങാണ്. ഇതിൽ ആൽക്കലൈൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിനെ കുറയ്ക്കാൻ സഹായിക്കും എന്ന് മാത്രമല്ല പുളിയില്ലാത്ത ഫ്രൂട്ട്സുകളെല്ലാം തന്നെ നമുക്ക് എടുക്കാം. അതിൽ ആപ്പിള്, ബനാന, പേരയ്ക്ക അല്ലെങ്കിൽ പപ്പായ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു നാച്ചുറൽ ആൻറ്റാസിഡ് ആയിട്ട് നമുക്ക് ഈ പഴം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പഴം കഴിക്കുന്നതുകൊണ്ട് ആസിഡ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ സഹായിക്കുന്നുണ്ട്. ഇതിൽ പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട്. അതുപോലെ വലിയ ജീരകം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോ ചുക്ക് ഇട്ടിട്ട് തിളപ്പിക്കുന്ന വെള്ളം, ഇഞ്ചിയല്ല ചുക്കാണ് ഒന്നുകൂടെ നല്ലത്, തിളപ്പിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്നതും ഒക്കെ തന്നെ നല്ലതാണ്. ഇനി അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഏത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. തണ്ണിമത്തൻ, മധുരക്കിഴങ്ങ്, മത്തൻ ഉപയോഗിക്കുന്നത്, പംകിൻ ഉണ്ടല്ലോ അത് ഉപയോഗിക്കുന്നത്, അതുപോലെ പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ്. പാലായാലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നല്ല തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അതുപോലെ തേങ്ങയുടെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് അല്ലെങ്കിൽ ബദാം കുതിർത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് രാവിലെ എണീറ്റാലുടനെ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് തൊട്ട് മുൻപായിട്ട് കഴിക്കുന്നതോ ഒക്കെ തന്നെ വളരെ നല്ലതാണ്. ഗ്രാമ്പൂ അല്ലെങ്കിൽ ഗ്രാമ്പൂവിൻ്റെ പൊടിയോ ഉപയോഗിച്ചിട്ട് അല്പം തേനും കൂടെ ചേർത്ത് ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഒരു 5-6 തുളസിയുടെ ഇല എടുത്തിട്ട് ചവച്ചരച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. 2-3 ഏലയ്ക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അല്പധികം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് വറ്റിച്ച് ആ വെള്ളം കുടിക്കാൻ, ചൂടോടെ കുടിക്കാൻ ഉപയോഗിക്കുന്നതും ഒക്കെ തന്നെ നല്ലതാണ്. കരിഞ്ജീരകം ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ് എപ്പോഴും നല്ലത്. അതിൽ തന്നെ നമുക്ക് സീഡ്സുകളായാലും സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ് തുടങ്ങിയിട്ടുള്ള സീഡ്സുകളുണ്ടല്ലോ, സീഡ്സും നട്ട്സുകളൊക്കെ ഉപയോഗിക്കുന്നതും ഇതിന് ഗുണം ചെയ്യും. ഇനി ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതും കൂടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് മരുന്നൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് മാറ്റം വരാൻ സാധിക്കും. തുടക്ക അവസ്ഥയിലാണെങ്കിൽ അങ്ങനെയുള്ളവരിൽ പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്മോക്കിംഗ്, അതുപോലെ തന്നെ മദ്യപാനം, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ശീതള പാനീയങ്ങൾ, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകളെല്ലാം തന്നെ ഒഴിവാക്കുക. ഫ്രൈഡ് ഫുഡ് അല്ലെങ്കിൽ ഓയിലി ഫുഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അമിതമായിട്ട് ഉപ്പ്, എരിവ്, പുളി ഒക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ബേക്കറി പദാർത്ഥങ്ങൾ, എണ്ണയിൽ കോരിയെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു നെഞ്ചിരിച്ചിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചായ, കോഫി, ടൊമാറ്റോ സോസ്, വിനെഗർ ഉപയോഗിക്കുന്നത് അതും ഇത്തരക്കാർക്ക് നല്ലതല്ല. വെളുത്തുള്ളി കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കുരുമുളക് കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ സ്ഥിരമായിട്ട് ഫിഷ് കറിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്നും ഈ എരിവും പുളിയും ഒക്കെ അധികമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കിടക്കുന്ന സമയത്ത് തല അല്പം ഒന്ന് ഉയർത്തിയിട്ട് കിടക്കുകയാണെങ്കിൽ ചെറിയൊരു ആശ്വാസം ലഭിക്കും. അപ്പം ഇത്തരം ആഹാരങ്ങൾ, കഴിക്കേണ്ട ആഹാരങ്ങൾ കഴിച്ചും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കിയും ഒക്കെ തന്നെ നല്ല ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി ഫോളോ ചെയ്യുകയാണെങ്കിലും, നേരിയ രീതിയിലായാൽ പോലും എക്സസൈസുകൾ ഫോളോ ചെയ്യുകയും അമിതമായിട്ട് വന്നിട്ടുള്ള വണ്ണത്തെ കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്നിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത്തരം ജീവിതശൈലി വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.